സാറേ, വീണ്ടും ഒരു ബാർക്കോഴ അഴിമതി ഉയർന്നു വരുന്നുണ്ട്. എന്താണ് പ്രതികരണം? അല്ല, ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി CPM-ന്റെ ഒരു നയത്തിന്റെ ഭാഗം തന്നെയാണ്. UDF കൊണ്ടുവന്ന മദ്യനയം അട്ടിമറിക്കുക എന്നുള്ളത് LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ തന്നെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നാണ്. അതിനുശേഷം ഇവർ ബ്ലൂറി അഴിമതിയും അതുപോലെ തന്നെ ഡിസ്റ്റിലറികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല രീതിയിലുള്ള നീക്കങ്ങൾക്ക് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തന്നെ നീക്കം നടത്തിയിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ ശക്തമായ ഇടപെടലാണ് അത്തരത്തിൽ അതിന് അവർക്ക് പുറകോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലും ഇതേ രീതിയിൽ തന്നെ മദ്യനയം തിരുത്താൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇതൊരു ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ മാത്രമല്ല, ഇത് പ്രീ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതൊരു ഇലക്ഷൻ വാഗ്ദാനമാണ്. ഈ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ വാഗ്ദാനമായിരുന്നു LDF-ന്റെ ഈ മദ്യനയം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അഡ്വാൻസ് ചെയ്ത് ഇത് നിങ്ങൾ ധരിക്കുന്ന പോലെ 2.5 ലക്ഷം രൂപ കേരളത്തിലെ 900-ഓളം വരുന്ന മദ്യ മുതലാളിമാരിന്ന് കളക്ട് ചെയ്ത് LDF സർക്കാരിന് കൊടുക്കുക എന്നുള്ളതല്ല. ഈ 25 കോടി രൂപ LDF സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഏജന്റുകൾ നേരത്തെ തന്നെ വാങ്ങുകയും CPM-ന്റെ അല്ലെങ്കിൽ LDF നേതാക്കന്മാർ കൈമാറി കൊടുത്തതാണ്. ഇത് പ്രീ ഇലക്ഷന്റെ ഭാഗമായി നടന്നതാണ്. അത് ഇപ്പോ ഇവര് കളക്ട് ചെയ്ത് അത് വാങ്ങി നേരത്തെ അഡ്വാൻസ് ചെയ്തതിലേക്ക് കളക്ട് ചെയ്ത് അത് ഫില്ല് ചെയ്യുന്ന നടപടി മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 25 കോടി രൂപ ഇലക്ഷൻ കാലത്ത് LDF ഈ സംസ്ഥാനത്ത് 20 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വിനിയോഗിച്ച തുകയാണ്. അത് നേരത്തെ തന്നെ കൈപ്പറ്റിയതാണ്. അതിനകത്ത് യാതൊരു തർക്കമില്ല. അത് ഇലക്ഷൻ വാഗ്ദാനമാണ്. അതാണ് ഇപ്പോ സ്വാഭാവികമായും ചില പ്രദേശങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ ലീക്കായതും അവർ തന്നെ ലീക്കായി വന്ന വാർത്തയാണ്. സത്യസന്ധമായ വാർത്തയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ശക്തമായ പോരാട്ടം ഈ വിഷയത്തിൽ നടത്തേണ്ടതായിട്ട് വരും. ഒരു കാരണവശാലും കേരളത്തിലെ മദ്യനയം മദ്യ മുതലാളിമാർക്ക് വേണ്ടി തിരുത്തപ്പെടേണ്ടതല്ല. ഈ ഡ്രൈ ഡേ ഒഴിവാക്കാനും പിന്നെ എന്താണ് മറ്റേ IT പാർക്കുകളിൽ മദ്യശാലകൾ ആരംഭിക്കാനും ഒക്കെയാണ് പുതിയ മദ്യനയത്തിൽ പറയുന്നത്. അല്ല, ഇതാ ഞാൻ പറഞ്ഞു, ഇത് പുതിയ മദ്യനയമല്ല. LDF സർക്കാരിന്റെ നേരത്തെ ഈ ഗവൺമെന്റ് ഒന്നാം പിണറായി സർക്കാർ വരുന്ന മുമ്പായി കേരളത്തിലെ മദ്യ മുതലാളിമാർക്ക് നൽകിയ വാഗ്ദാനങ്ങളാണ്. അത് പ്രകടന പത്രികയിൽ പരസ്യമായി എഴുതിയില്ല എന്ന് മാത്രമാണ്. പ്രകടന പത്രികയ്ക്കകത്ത് കാണാതെ കിടന്നിരുന്നൊരു വാഗ്ദാനം, മദ്യ മുതലാളിമാർക്ക് വേണ്ടി ഉണ്ടാക്കിയ വാഗ്ദാനം, അത് ഓരോ ഘട്ടങ്ങളായി നടപ്പിലാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ 25 കോടി രൂപ അവർ കളക്ട് ചെയ്തതാണ്. ആ വാഗ്ദാനം നടപ്പിലാക്കുന്ന നടപടിയിലേക്ക് പോവാണ്. അത് പ്രതിഷേധാർഹമാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇപ്പോൾ തന്നെ അതിന്റെ നയം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ഈ വിഷയം. അത് കൃത്യമായി KPCC പ്രസിഡന്റ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ശക്തമായ ഇത് മദ്യനയവുമായി ബന്ധപ്പെട്ടതല്ല. ഇത് CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഒരു മണി ഹാർവെസ്റ്റിംഗ് നയമാണ്. അല്ലാതെ ഇത് വേറെ ഇത് ഇലക്ഷൻ കാലത്ത് ചെലവഴിച്ച തുകയാണ്. അത് യൂട്ടിലൈസ് ചെയ്യുന്ന നടപടി മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.